പീഡനമായി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അച്ഛനൊക്കെ ഇഷ്ടംപോലെ ചീത്ത പറയും. റേഷൻ കാർഡിൽ നിന്ന് പേര് മാറ്റണം, തൊഴിലുറപ്പിന്റെ കാർഡിൽ നിന്ന് പേര് മാറ്റണം. എൻ്റെ അമ്മയ്ക്ക് വന്നൊരവസ്ഥ എനിക്ക് വരരുത്. ഞാൻ വന്ന കാലം മുതൽ എനിക്ക് എന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ നിരന്ന പല്ലുകൾ കണ്ടിട്ടായിരിക്കാം പുതിയ വരെ വെക്കുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറയുന്ന കൈ കരഞ്ഞ്. നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിട്ട് എത്ര വർഷമാവും ഇപ്പോൾ നമ്മുടെ ലൈഫ്? ഒത്തിരി ആൾക്കാരുടെ ധാരണയുള്ളൂ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളായിരുന്നു. ഒരിക്കലുമല്ല. ഞാൻ ബമ്പർച്ചിരി വന്ന ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ മാറി. ഞാൻ എൻ്റെ തല കീഴ് മാറി. ഞാൻ മനസ്സിൽ പോലും നമ്മൾ കേട്ട് കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് തൂങ്ങാൻ വേണ്ടി കയറി അങ്ങനെയൊക്കെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയിരുന്നു അല്ലേ? അത് ഞാൻ തൂങ്ങിയതേ അറിയാലേ തൂങ്ങിപ്പോൾ ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ബമ്പർശ്ശേരി വന്ന് തൂങ്ങിയതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഞാൻ ബമ്പർശ്ശേരി. 4ാമത്തെ ദിവസമാണ് തൂങ്ങിയ സാഹചര്യമല്ലേ? അതിനുശേഷമൊക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത്? പിന്നെ ഇല്ലേ വന്ന് ഞങ്ങളുടെ അടുത്ത് കരയുന്നതാണ്. കുറച്ച് ഞങ്ങളുടെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞ അച്ഛൻ ഇന്നലെ വന്നിട്ട് റേഷൻ കാർഡിൽ നിന്ന് പേര് മാറ്റണം, തൊഴിലുറപ്പിന്റെ കാർഡിൽ നിന്ന് പേര് മാറ്റണം. ആ പേര് നിന്റെ പേര് അതിൽ ചേർക്കണ്ട, എൻ്റെ പേര് മാത്രം മതി. അതിലുള്ളത് കൊണ്ടാണ് നിന്റെ പേര് വന്നുകൊണ്ടാണ് നിനക്ക് തൊഴിലുറപ്പ് കിട്ടിയത്. അതുകൊണ്ട് ഇതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഓക്കെ അല്ലേ? ആ പ്രശ്നങ്ങൾ വലുതായി. അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്താണെങ്കിലും ഒരു ബുക്കിലൊരു പേരുണ്ട്. അരൂർ പഞ്ചായത്തിൽ കെട്ടിച്ചിരുന്ന പെണ്ണാണ്. അവിടെ പേരിലുള്ളത്തോളം കാലം അവൾ ആ ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പം അവിടെ പേര് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പീഡനമായി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അച്ഛനൊക്കെ ഇഷ്ടംപോലെ ചീത്ത പറയുന്നത്. നേരം വെളുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു കരയും, കുഞ്ഞുങ്ങളായിട്ട് വരും. കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് കരയും പറഞ്ഞിട്ടുണ്ട്. രാധാമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഭയങ്കര സങ്കടം വരുന്നു. റെഡി മോനെ, നിനക്കിതൊന്നും സാരമില്ല, ഇതൊക്കെ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഒന്നും കാര്യമാക്കണ്ട, നീ ജോലി ചെയ്യ്, കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോവാ. ഞാൻ മേടിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് പുള്ളി ജോലിക്ക് പോകും. ഞാൻ കൊച്ചിനെ നോക്കും. എനിക്കൊരു അച്ഛൻ്റെ വന്നവരും കാര്യം മുറിഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാർക്ക് ഇപ്പൊ എന്റെ ജോലി കൂടി ചെയ്യും, 2 പേരെ ജോലി ചെയ്യും. അപ്പൊ ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഭയങ്കര ഹാപ്പി. അപ്പൊ ഈ സമയത്ത് പുള്ളി ടെൻഷനൊന്നുമില്ല. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ വീണ്ടും ടെൻഷനാവും. അപ്പൊ പുള്ളി രാത്രി ഭയങ്കര പ്രശ്നം. അതേമേ തൊഴിലുറപ്പ് മതിയായിരുന്നു രാത്രി പോലും എന്ന് ഓർത്ത് പോകും. നിങ്ങളുടെ ആ ഒരു വലിയ വാക്കില്ലേ എനിക്ക് ഭയങ്കര സംഭവം. എൻ്റെ അമ്മേനെ പോലെ രാധാമ്മേനെ എനിക്ക് തോന്നുന്നത്. അപ്പൊ രാധാമ്മ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാല് ആ സുചേച്ചി ആത്മഹത്യ ചെയ്ത സാഹചര്യം അറിയാം. അതിൽ നിന്നൊക്കെ പറഞ്ഞു പിന്തിരിച്ചു. ഇപ്പൊ ആ നിൽക്കുന്ന സുതിമോള് ലോകമെമ്പാടും അറിയുന്ന ഒരു സുധി ചേച്ചി, എല്ലാവരുടെയും ചേച്ചിയായി മാറി. ഈ സാഹചര്യത്തില് രാധാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സന്തോഷമായി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണായിരുന്നു, മോളെ നീ ഒറ്റടി വെച്ച് കയറി വലിയൊരാളാകട്ടെ, ഞങ്ങൾക്കൊന്നും വേണ്ട, പക്ഷെ നീ ഒരു ഫേമസ് ഒരാളാകണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളവിടെ വിട്ടത്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കൂടെ വട്ടക്കിൽ കളിച്ചപ്പോഴും ആ കോമഡിയുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ട കാര്യമാണ് നീ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കോമഡി എൻ്റെ ഫോണിൽ ഞാൻ 48 മണിക്കൂറും കാണാതാണ്. എനിക്ക് ടൈമില്ല, എന്നാൽ പോലും ഞാൻ ഇത് കാണുമ്പോൾ തന്നെ ഈ അജ്മോ എന്റെ കൂട്ടുകാരത്തെ അവിടെ ചീത്ത പറയും, എപ്പൊ നോക്കിയില്ല രാധാമ്മ ഫോണിലാണ്, മീൻ വിൽക്കല്ലേ, എന്റെ മീൻ വിൽക്കാൻ നിൽക്കില്ല. ഈ കൊച്ചിന്റെ പരിപാടി വരുമ്പോ അപ്പൊ തന്നെ ഞാനത് വെച്ചിട്ടിരിക്കും. ഇവിടെ വന്നവരൊക്കെ എന്നെ കളിയാക്കിട്ട് ആരെയും കണ്ടിരിക്കുന്ന കാമുകന്മാരെ വിളിക്കാൻ പറയാം. എനിക്ക് ഒരാളില്ല, എനിക്കെന്റെ കൊച്ചി അവള് വരുന്നുണ്ട്, അവളെ കാണണേണ്. ഇന്ന് ആ മനുഷ്യൻ അവളുടെ ചുട്ടിൽ വന്നു. ഒരാൾ രക്ഷപ്പെടുമ്പോ അല്ല മോനെ ഒരാൾ നിൽക്കേണ്ടത്. ലാഭത്തിന് വേണമായിരുന്നവര് ആ കുഞ്ഞുങ്ങളെ തെങ്ങ കെട്ടിയിട്ടും കസേരയിൽ കെട്ടിയിട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്നത് അച്ഛനെല്ലാം കണ്ടകത്തിരിക്കുകയാണ്. കസേരയിലെ പിള്ളേരെ കെട്ടിയിട്ടൊക്കെ സീനൊക്കെ ഇല്ലേ, പിള്ളേര് പുഴയെ പോകാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളായതുകൊണ്ട് കുഞ്ഞു മക്കളല്ലേ ചെറുത് കസേര കെട്ടിയിട്ടാണ് പണികൾ ചെയ്യുന്നത്, വേറെ ആരും നോക്കാനില്ലാത്തതുകൊണ്ട് ചെറുതിലെ അല്ലേ. അതായത് സുണ്ടുവിന്റെ ചേച്ചിമാരെ ഇരട്ട പിള്ളേർ 2 പേരെയും കസേര കെട്ടിയിട്ട് ജോലി ചെയ്യണ സമയത്ത് അന്ന് തെങ്ങേക്കരൻ ഇത് തൊട്ടടുത്ത റേഷൻ കടയിലാണ് അരി തൂക്കുന്നത്, അപ്പുറത്തെ ചെരുപ്പ് കടയിൽ. അവിടെയൊക്കെ ജോലിക്ക് നിൽക്കുമ്പോൾ ആ ഒരു സംഭവം ചെയ്യുമ്പോൾ ഈ അച്ഛനമ്മ അകത്തുണ്ട്. അന്ന് ആ മക്കളെ അച്ഛനമ്മക്ക് എടുക്കാറുണ്ട്. അന്ന് എടുക്കാതെ ഇന്നിപ്പോ രക്ഷപ്പെട്ടുമ്പോ വന്ന നാണമില്ലാത്തവരാ. അപ്പൊ സുതിമോളോട് എന്റെ ചങ്കാണ് എന്റെ മോള്. അവള് എന്റെ അമ്മയെന്ന് തന്നെ വിളിച്ചിട്ട് വെച്ചാൽ
നമ്മൾ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ കമന്റ്സ് ഒക്കെ വായിക്കാറില്ലേ? ഉണ്ട്. അങ്ങനെ കുറെ സ്നേഹം ഉള്ള അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നമുക്ക് കുറെ കമന്റുകൾ കിട്ടും. അവരോട് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? അവരോടാണ് എനിക്ക് എൻ്റെ നന്ദി മൊത്തം. എന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ടില്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ല. ഇപ്പം എൻ്റെ രേഷിട്ടയുടെ വീട്ടിൽ നിന്നാണേലും ഇതായപ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് ചാനൽ അവരുടെ സപ്പോർട്ട്, എൻ്റെ വീഡിയോയ്ക്ക് വരെ സപ്പോർട്ടാണ് ഞാൻ ഇന്നൊരു സെറ്റപ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കുന്നത്. അവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവരോട് നന്ദി എനിക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആദ്യം ബമ്പർ അടിച്ചു സെറ്റായി, ബമ്പർ സുതിമോടെന്നുള്ള പേര് കിട്ടി. അതിനുശേഷം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഐഡിയ ആരാ പറഞ്ഞു? അത് മഴവിൽ മനോരമ അവര് തന്നെ പറഞ്ഞു സുതിമോളെ ഒരു യൂട്യൂബ് ചാനൽ. എനിക്ക് അതിന്റെ അന്ന് എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ ഇഷ്ടംപോലെ കമന്റ് വരാറുണ്ട്, സുതിമോളെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഷോയിൽ നിന്ന് തന്നെ അവരെന്നെ പറഞ്ഞു സുതിമോളെ യൂട്യൂബ് ചാനൽ തുടങ്ങി, നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഹെൽപ്പ് ചെയ്ത് തരാം, ഡിജിറ്റലിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തുടങ്ങി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അത് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന്റെ പിന്നണിയിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? പിന്നണിയിൽ ആരൊക്കെ എന്നുവെച്ചാൽ മാത്രം ഒറ്റയ്ക്ക്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആരായത് ഷൂട്ട് ചെയ്യാനായിട്ട് മൊബൈൽ പിടിച്ചു തരുമെന്നല്ലാതെ വേറെ ഒരു ഡ്യൂട്ടി പുള്ളി. അപ്പൊ അതിന്റെ എഡിറ്റിങ് എല്ലാം ഞാൻ, തമ്പനയില്, എല്ലാം ഞാൻ, ക്യാപ്ഷൻ, വീഡിയോ അപ്ലോഡ്, യൂട്യൂബിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കുന്ന ഒറ്റയ്ക്ക്. പിന്നെ കൊറേയൊക്കെ മെയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ വരുന്ന ഒന്നും എനിക്കറിയാം. അപ്പൊ അതൊക്കെ ആരാ? ഞാൻ നമ്മുടെ കാർത്തിക് സൂര്യയുടെ അസിസ്റ്റന്റ് ഇല്ലേ നാരായണൻകുട്ടി, അയച്ചു കൊടുക്കും. വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഇതെന്താന്ന് പറഞ്ഞു തരാൻ മോനെ അയച്ചു കൊടുക്കും. ആ കൊച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആങ്കർ കാർത്തിക് സൂര്യയുടെ മാനേജറായ നാരായണൻകുട്ടിയാണ് ഇങ്ങനത്തെ ഇംഗ്ലീഷ് പരിപാടി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ വേറെ ആരും സപ്പോർട്ടിനില്ല. വീഡിയോ പിടിക്കുന്ന എഡിറ്റിംഗ് ഒക്കെ അല്ലേ? എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാ പഠിച്ചേ? ഞാൻ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഇടുന്നതൊക്കെ അങ്ങോട്ട് നേരെ ഇടുമായിരുന്നു. ചേട്ടാ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതൊക്കെ ഇടുമായിരുന്നു. അതൊക്കെ ഞാൻ പറയും വീഡിയോയില്. പക്ഷെ അതിങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ ചേട്ടാ എന്നെ നീ കാണിക്കുന്നത് അറിയാമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നതൊക്കെ വീഡിയോയിൽ വരുമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കമന്റ് ഇടുമ്പോഴാണ് ആ സാധനം കൊണ്ടെന്ന് മനസ്സിലായിരുന്നു. പിന്നീട് ഞാൻ യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുത്തു, എഡിറ്റ് ചെയ്യുന്ന രൂപം എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കും. ഇൻഷൂട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിലാണ് ചെയ്തു കൊടുത്തത്. ഇപ്പൊ അടിപൊളി. അപ്പൊ യൂട്യൂബ് എല്ലാം ക്യാമറ മേടിച്ചു. ഏതാ ക്യാമറ മേടിച്ചേ? ഗോപ്രോ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പൊ ഗോപ്രോ ഇന്നലെ ഞങ്ങൾ ഉപയോഗിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? അത് വീഡിയോ മൊബൈലിലോട്ട് വരുമല്ലോ, അടിപൊളി സെറ്റ്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഐഫോൺ ഉണ്ട്, അതൊരിങ്ങനെ ഗിഫ്റ്റ് വന്നാണ്. ഐഫോൺ ആരാ ഗിഫ്റ്റ് തന്നത്? ഒരു അമേരിക്കൻ ഒരു ജോർജ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ കുറെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഗിഫ്റ്റ് ആണ്, അത് അമേരിക്കൻ. അപ്പൊ ഇന്ത്യക്ക് വെളിയിലാണ് സുതിമോളുടെ ബന്ധം. അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ അകത്തൊന്നും എനിക്ക് പറയാം, മലയാളികൾ മാത്രമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ലോകത്തിന് പുറത്ത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, സൗഹൃദം എന്ന് പറഞ്ഞാൽ. അത് പ്രവാസികളുടെ ഗ്രൂപ്പാണ്. അതിൽ ഞാനുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി എനിക്ക് സ്ഥലം മേടിക്കാൻ ഫണ്ട് കിട്ടുന്നു. ചേച്ചി ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ കുറെ മാറ്റങ്ങൾ വന്നതിൽ ചേച്ചിക്ക് ലൈഫിലൊന്ന് മൈൻഡിൽ ടച്ച് ചെയ്ത ഒരു മാറ്റം ഏതാണ്? ഭയങ്കര മാറ്റം ഈ ഇടയായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രേഷ്മയുടെ അച്ഛനും അമ്മയും ഞാൻ വന്ന കാലം മുതൽ എന്നെ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാൻഡപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ചിലപ്പം എൻ്റെ നിരന്ന പല്ലുകൾ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. വന്ന കാലം മുതൽ ഇഷ്ടമല്ലായിരുന്നു. അത് വേറൊന്നുമല്ല, തെണ്ടി വളർന്ന ഒരാളായിട്ടാണ് അവരെന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് എന്നെ അവർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ആ വൈരാഗ്യം എൻ്റെ കുഞ്ഞുങ്ങളോട് വരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറി കഴിഞ്ഞ ദിവസം അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം അന്ന് പറയുമായിരുന്നു, നീ ഇന്നും നോക്കില്ല, എൻ്റെ 4 മക്കളാണ് ഇവർ, അപ്പോൾ അവർ നോക്കുമെന്ന് പറയുമായിരുന്നു. പക്ഷേ അവരാരും നോക്കിയില്ല, നമ്മൾ തന്നെ വേണ്ടി വന്നു. അന്ന് അച്ഛൻ വന്നതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നോട് അന്ന് പെരുമാറിയത്, അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞു. അത് ക്ഷമ ചോദിച്ചു. അത് നിസ്സാരമായിട്ട് ഉള്ള ക്ഷമയല്ലായിരുന്നു അവരുടെ ചോദിച്ചത്. എന്തൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ ക്ഷമ ചോദിച്ച്, കൈ കൂപ്പി എൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച്. ഇനി അങ്ങനെ ആവർത്തിക്കല്ല, ഇനി നിങ്ങൾ പുതിയ പേരെ വെക്കുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറയുന്ന കൈ കരഞ്ഞ്. അതായത് സുചേച്ചി പറയുന്നത്, നമ്മളന്ന് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാരും തിരിച്ചു വന്നു. അച്ഛനും അമ്മയും തിരിച്ചു വന്നു അവര് ക്ഷമയൊക്കെ ചോദിച്ച് പഴയ പ്രശ്നങ്ങളൊക്കെ മറന്നു എല്ലാരും ഒരുമിച്ച് സെറ്റ് ആവണമെന്ന രീതിയിലാണ് അവരിപ്പോ എന്താണ് ചേച്ചി എങ്ങനെയാണ് ഒരുമിച്ച് തന്നെയാണ് നിൽക്കാനാണോ താല്പര്യം? തീർച്ചയായിട്ടും. കാരണം വേറൊന്നുമല്ല, ചെയ്തതും പെരക്കുന്നതും മറന്നു പോയിട്ടല്ല, അവരെന്നോട് ചെയ്തതൊന്നും ഞാൻ മരണം വരെ മറക്കൂല. അതെന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വേദനയായിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും നമുക്കൊരു കടമയുണ്ടല്ലോ, ഒരു അച്ഛനും അമ്മേനെ നോക്കണമെന്നൊരു കടമ. എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രേഷ്മേട്ടനെ അത്ര മുഴുത്ത് വലിയൊരാളായിട്ടല്ല എനിക്ക് കിട്ടിയത്. അവരെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടാണല്ലോ അത്ര ഒരു വലിയ മോനെ എനിക്ക് കിട്ടുക. അപ്പൊ ആ ഒരു കടമ നമുക്ക് ചെയ്യണം. ഒരു കടമ എന്ന നിലയിൽ ഞാൻ നോക്കാം.